താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ റിട്ടയർഡ് ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. വയനാട്ടിൽ നിന്ന് അർജുൻ PS ചേരുന്നു. അർജുൻ, പരിശോധന പുരോഗമിക്കുകയാണോ? താമരശ്ശേരി ചുരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ഇടത്തുള്ള വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ നിന്ന് തെളിയുന്ന കാര്യങ്ങൾ എപ്രകാരമാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ടോ? രോഹിണി, അല്പസമയം മുമ്പാണ് ഈ വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് 9ാം വളവിൽ ഈ ഇടിഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇവർ കൃത്യമായി തന്നെ പരിശോധന നടത്തുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചടക്കമുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ ഏത് തരത്തിലാണ് ഇത് ഇടിയാനുണ്ടായ കാരണം എന്നുള്ളത് പ്രധാനമായും പഠിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഭാരവാഹനങ്ങൾ കയറ്റിവിടാൻ കഴിയുമോ, അതായത് ഭാരമുള്ള വാഹനങ്ങൾ കയറ്റിവിടാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന ഇവിടെ നടത്തും. ആ ചുരം തുറന്നു നൽകി ഇനിയും കൂടുതൽ തുറന്നു നൽകേണ്ടതുണ്ടോ, വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടേണ്ടതുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഭാരവാഹനങ്ങൾ, പ്രധാനമായും അതാണ്, ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടണോ എന്നുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും ഇതുവഴി നടക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് റോക്ക് സ്ലൈഡ് ആണ്, അതായത് ലാൻഡ് സ്ലൈഡ് അല്ല, പാറ തെന്നി നീങ്ങിയതാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധരൊക്കെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇത്തരത്തിലാണ് പറഞ്ഞത്. അതേക്കുറിച്ച് കൃത്യമായി തന്നെ ഈ വിദഗ്ധ സംഘം പരിശോധിക്കും. 10ലധികം പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ഈ വയനാട്ടിലേക്ക് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. 9ാം വളവിൽ ഇത്തരത്തിൽ ഈ ഇടിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ മുകളിലേക്ക് പറത്തിക്കൊണ്ട് കൃത്യമായി പരിശോധന നടത്തി മുകളിൽ ഏത് തരത്തിലാണ് അവിടെ വിള്ളൽ ഉണ്ടായിട്ടുള്ളത്, ഇനിയും വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള നടപടിക്രമങ്ങളൊക്കെ തീരുമാനിക്കുക ഇവരായിരിക്കും. അതിനുശേഷം കൃത്യമായ റിപ്പോർട്ട് സർക്കാരിന് നൽകുകയും ചെയ്യും. ഈ കഴിഞ്ഞ തവണ തന്നെ മീറ്റിംഗ് കൂടിയ ശേഷം, അതായത് ഇതിനു മുൻപ് ഈ ഇടിഞ്ഞ സമയത്ത് മീറ്റിംഗ് കൂടിയ ശേഷം ജില്ലാ കളക്ടർമാർ രണ്ട് ജില്ലാ കളക്ടർമാരും, അതായത് വയനാട് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടറും കൃത്യമായി യോഗം ചേർന്നുകൊണ്ട് ഇതിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കൃത്യമായി ഈ ഒരു സാഹചര്യം കൂടുതൽ അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനാണ് വിദഗ്ധ സംഘം ഇപ്പോൾ ഈ ചുരത്തിലെത്തിയിരിക്കുന്നത്. ശരി, താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഇടത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നു. അർജുനാണ് വിവരങ്ങൾ നൽകിയത്.